വേറ്റുവിൻ പി എസ് സി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒപ്റ്റോമെട്രിസ്റ്റ് കേരള PSC സിലബസ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സിലബസിലെ വിഷൻ ടെസ്റ്റിംഗ് എന്ന പാർട്ടിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടെസ്റ്റ് ആർ യൂസ്ഡ് ഫോർ കളർ വിഷൻ? ഓപ്ഷൻസ്: എ ഇഷിഹാര ടെസ്റ്റ്, ബി അനമുലോസ്കോപ്പ്, സി ലാൻഡൺ ടെസ്റ്റ്, ഡി ഓൾ ഓഫ് ദ എബോവ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് ആണ്. ഇതിൽ ഇഷിഹാര ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മുമ്പ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ സമയത്ത് ഇഷിഹാര ടെസ്റ്റിനെ കുറിച്ചിട്ട് ഫുൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ കളർ വിഷൻ? ഓപ്ഷൻസ്: എ സ്നെല്ലൻസ് ചാർട്ട്, ബി ഇഷിഹാര ടെസ്റ്റ്, സി ലാൻഡൺ ടെസ്റ്റ്, ഡി FM100 ഹ്യൂ ടെസ്റ്റ്. ക്വസ്റ്റ്യൻ നേരെ ശ്രദ്ധിച്ച് വായിക്കണം. നമ്മളോട് കളർ വിഷൻ ടെസ്റ്റ് ഏതാണെന്നല്ല ചോദിച്ചത്, സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ കളർ വിഷൻ ഏതാണെന്നാണ് ചോദിച്ചത്. ഇവിടെ ഓപ്ഷനിൽ സ്നെല്ലൻസ് ചാർട്ട് അല്ല എന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും, അത് വിഷൻ ചാർട്ടാണ്. എന്നാൽ ഓപ്ഷൻ ബി, സി, ഡി ഇതൊക്കെ കളർ വിഷൻ ചാർട്ടാണ്. നമ്മളോട് സ്ക്രീനിങ് ടെസ്റ്റാണ് ചോദിച്ചത്. ഇവയിൽ സ്ക്രീനിങ് ടെസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ ബി ഇഷിഹാര ടെസ്റ്റാണ്. ഈ സ്ക്രീനിങ് ടെസ്റ്റ് എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ക്വിക്ക് ഡയഗ്നോസിസിന് വേണ്ടിയിട്ട്, അതായത് പെട്ടെന്ന് നമുക്കൊന്ന് ജസ്റ്റ് കളർ വിഷൻ്റെ അബ്നോർമാലിറ്റി ഏതെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. സ്ക്രീനിങ് ടെസ്റ്റിന് എക്സാമ്പിളാണ് സ്യൂഡോ ഐസോക്രോമാറ്റിക് പ്ലേറ്റ്സ്. ഈ സ്യൂഡോ ഐസോക്രോമാറ്റിക് പ്ലേറ്റ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നതാണ് നമ്മളുടെ ഇഷിഹാര ടെസ്റ്റൊക്കെ. അപ്പോൾ ഇവിടെ സ്ക്രീനിങ് ടെസ്റ്റിന് എക്സാമ്പിൾ ഇഷിഹാര ടെസ്റ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കളർ വിഷൻ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ആസ് ഗ്രേഡിംഗ് ടെസ്റ്റ്? ഓപ്ഷൻസ്: എ ഇഷിഹാര ടെസ്റ്റ്, ബി ലാൻഡൺ ടെസ്റ്റ്, സി ആർഡൻ ഗ്രേറ്റിംഗ്സ്, ഡി FM100 ഹ്യൂ ടെസ്റ്റ്. ആദ്യം ഗ്രേറ്റിംഗ് ടെസ്റ്റ് എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ആസ് എ സിവിയറിറ്റി ഓഫ് ദ ഡിഫക്റ്റ്, നമ്മൾ ഇഷിഹാര ടെസ്റ്റ് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ചെയ്യുക ചെയ്തത്. ഇനി നമുക്ക് അതിൻ്റെ സിവിയറിറ്റി, എത്രത്തോളം ഡിഫക്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രേഡിംഗ് ടെസ്റ്റുകൾ യൂസ് ചെയ്യുക. ഇവയിൽ ഇഷിഹാര ടെസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീനിങ് ടെസ്റ്റ് ആണെന്ന് ഓൾറെഡി അറിയാം. ഇനി ലാൻഡൺ ടെസ്റ്റ് എന്താണ്? ലാൻഡൺ ടെസ്റ്റ് ഗ്രേഡിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നതാണോ? ലാൻഡൺ ടെസ്റ്റ് നമ്മൾ വൊക്കേഷണൽ ടെസ്റ്റ് എന്നുള്ള കാറ്റഗറിയിലാണ് ഇട്ടിരിക്കുന്നത്. അതായത് ഈ ലാൻഡൺ ടെസ്റ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ഡിവൈസസ് ആണ്. ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ചില പ്രത്യേക ഇൻഡസ്ട്രീസിലേക്ക് നമ്മൾ കളർ സിഗ്നൽസൊക്കെ ഓക്കെ ആണോ, അവർക്കെല്ലാം ക്ലിയർ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഡിവൈസ് യൂസ് ചെയ്തിട്ട് കളർ വിഷൻ ടെസ്റ്റ് പെർഫോം ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് ഈ മാരിടൈം, എയർ ആൻഡ് റെയിൽവേ ഇൻഡസ്ട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ സ്ക്രീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലാൻഡൺ ടെസ്റ്റ് ഗ്രേഡിംഗ് ടെസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതല്ല. ഇനി ഓപ്ഷൻ സി എന്താണ്? ആർഡൻ ഗ്രേറ്റിംഗ്സ് എന്നാണ് പറഞ്ഞത്. ഈ ആർഡൻ ഗ്രേറ്റിംഗ്സ് എന്ന് പറയുന്നത് കോൺട്രാസ്റ്റ് സെൻസിറ്റിവിറ്റി ചാർട്ടിൽ വരുന്നവയാണ്. കോൺട്രാസ്റ്റ് സെൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യാനുള്ള വേറെ കുറച്ച് ചാർട്ടുകളൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്ക് കോൺട്രാസ്റ്റ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് നമ്മൾ സിലബസിൽ കൊടുത്തിട്ടില്ല, പക്ഷേ ഈ ചാർട്ടുകൾ എന്തായാലും ഒന്ന് അറിഞ്ഞിരിക്കുക. അതിൽ വരുന്നവയാണ് ആർഡൻ ഗ്രേറ്റിംഗ്സ്, കാംബ്രിഡ്ജ് ലോ കോൺട്രാസ്റ്റ് ഗ്രേറ്റിംഗ്സ്, പെല്ലി റോബ്സൺ കോൺട്രാസ്റ്റ് സെൻസിറ്റിവിറ്റി ചാർട്ട്, ദ വിസ്റ്റക് ചാർട്ട്, വെക്ടർ വിഷൻ ചാർട്ട്, ഫാക്ട് CS ചാർട്ട്സ്. ഇവയൊക്കെ ഈ പേരുകൾ അറിഞ്ഞിരിക്കുക. ഓപ്ഷൻസിൻ്റെ ഇടയിൽ ഇത് കണ്ട ഇത് കോൺട്രാസ്റ്റ് സെൻസിറ്റിവിറ്റി ചാർട്ടാണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. ഇനി ഓപ്ഷൻ ഡി എന്താണ്? FM100 ഹ്യൂ ടെസ്റ്റ്. ഇതാണ് ഗ്രേഡിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞ കളർ വിഷൻ ടെസ്റ്റിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. ഈ FM100 ഹ്യൂ ടെസ്റ്റൊക്കെ അറേഞ്ച്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റുകളിൽ വരുന്നതാണ്. ഇതിൽ വേറെയും കുറച്ച് ടെസ്റ്റുകളുണ്ട്. അറേഞ്ച്മെൻറ്റ് ടെസ്റ്റ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. കളർ അറേഞ്ച്മെൻറ്റ് ടെസ്റ്റ്. എ വെരി വെൽ നോൺ ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ടൈപ്പ് ഓഫ് കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റ് ആർ ഹ്യൂ ഡിസ്ക്രിമിനേഷൻ ഓർ അറേഞ്ച്മെൻറ്റ് ടെസ്റ്റ്. അറേഞ്ച്മെൻറ്റ് ടെസ്റ്റിനെ തന്നെ ഹ്യൂ ഡിസ്ക്രിമിനേഷൻ ടെസ്റ്റ് എന്നും കൂടെ പറയും. ദിസ് ടൈപ്പ് ഓഫ് ടെസ്റ്റ് യൂസസ് ദ ഫാക്ട് ദാറ്റ് കളർ ബ്ലൈൻഡ് പീപ്പിൾ മിക്സ് അപ്പ് കളേഴ്സ് എലോങ് ദ സോ കോൾഡ് കൺഫ്യൂഷൻ ലൈൻസ്. ഇനി ഈ അറേഞ്ച്മെൻറ്റ് ടെസ്റ്റിൽ എന്താ ചെയ്യേണ്ടത്? താഴെ കുറേ സ്ക്വയറുകൾ കൊടുത്ത് കണ്ടില്ലേ, അതിൻ്റെ താഴെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കുറേ കളേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കളേഴ്സൊക്കെ അതിൻ്റേതായിട്ടുള്ള സ്ക്വയർ ബോക്സിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇവിടെ ടാസ്ക്. FM100 ഹ്യൂ ടെസ്റ്റ് കൂടാണ്ട് അറേഞ്ച്മെൻറ്റ് ടെസ്റ്റിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് ഫ്രാൻസ്വർത്ത് പാനൽ D15. ഈ ഒരു എക്സാമ്പിളും കൂടെ ഓർത്തു വെക്കുക. അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഗ്രേഡിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നതാണ് ആസ് എ സിവിയറിറ്റി ഓഫ് ദ ഡിഫക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് യൂസ്ഡ് ആസ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഓഫ് കളർ വിഷൻ? ഓപ്ഷൻസ്: എ FM100 ഹ്യൂ ടെസ്റ്റ്, ബി അനോമലോസ്കോപ്പ്, സി പ്ലേറ്റ് ടെസ്റ്റ്, ഡി ഓൾ ഓഫ് ദീസ്.
ഇവിടെ നമ്മളോട് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഓഫ് കളർ വിഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ആ ഡിഫക്റ്റിനെ കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ അതേതാണെന്നാണ് ചോദ്യം. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി അനോമലോസ്കോപ്പ് ആണ്. FM100 ഹ്യൂ ടെസ്റ്റ് ഗ്രേറ്റിംഗ് ടെസ്റ്റിൽ വരുന്നതാണ് നമ്മൾ പറഞ്ഞിരുന്നു. എത്രത്തോളം സിവിയറിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കാനാണത്. പ്ലേറ്റ് ടെസ്റ്റ് ഇഷിഹാരയൊക്കെ വരുന്നതാണ്. ഇനി അനോമലോസ്കോപ്പ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അനോമലോസ്കോപ്പിന് എക്സാമ്പിൾ ആണ് നാഗൽ അനോമലോസ്കോപ്പ്. ഇത് എന്താണ് യൂസ് ചെയ്യുന്നത്? മെയിനായിട്ട് കോമൺലി യൂസ്ഡ് ഇൻ ദി ഡയഗ്നോസിസ് ഓഫ് റെഡ് ഗ്രീൻ ഡെഫിഷ്യൻസീസിൻ്റെ ഡയഗ്നോസിസിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ആസസ് ദ ഒബ്സർവേഴ്സ് എബിലിറ്റി ടു മേക്ക് സ്പെസിഫിക് കളർ മാച്ച്. ഒന്നുമില്ല, അവിടെ ആ ചിത്രത്തിൽ കാണിച്ചിട്ടില്ലേ, ആ എ എന്ന് എഴുതിയിട്ടുള്ളതാണ് നമ്മുടെ അനോമലോസ്കോപ്പ്. നമ്മൾ അതിൻ്റെ ഐ പീസിലൂടെ നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? താഴെ ബി എന്ന് പറഞ്ഞ പിക്ചറിൽ കാണിച്ച പോലെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വെച്ചിട്ട് രണ്ട് ഫീൽഡിന് രണ്ടെണ്ണമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ ഒന്നിൽ ഒരു യെല്ലോ കളർ പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും, മറ്റേ ഭാഗത്ത് അതർ സൈഡിൽ എന്തായിരിക്കും? റെഡ് ഗ്രീൻ കളേഴ്സിൻ്റെ ഒരു മിക്സ്ചർ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ അപ്പർ ഫീൽഡിലുള്ള അതേപോലെ തന്നെ താഴെയുള്ള ഫീൽഡും അതുപോലെ തന്നെ മാച്ച് ചെയ്യുകയാണ് വേണ്ടത് നമ്മൾ അനോമലോസ്കോപ്പിനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട്. ഇനി നോർമൽ ട്രൈക്രോമാറ്റിക് കളർ വിഷൻ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അപ്പർ ഫീൽഡിലെ പോലെ തന്നെ താഴത്തെ ഫീൽഡിൽ കറക്റ്റ് യെല്ലോ മാച്ച് ആയിട്ട് തന്നെ കിട്ടും. എന്നാൽ അനോമലസ് ട്രൈക്കോമാറ്റ്സിലും അതുപോലെ ഡൈക്രോമാറ്റിക് കളർ വിഷൻ ഉള്ളവരിലും റെഡ് ഗ്രീൻ വേവ് ലെങ്ത് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ യെല്ലോ കറക്റ്റ് കിട്ടില്ല. അതിൻ്റെ ആ വേവ് ലെങ്ത്തിലുള്ള ഡിഫറൻസ് വെച്ച് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് കളർ ബ്ലൈൻഡ്നെസ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ള ബോക്സാണ്. ഈ ഭാഗത്തുനിന്നുമാണ് ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തത്. കാറ്റഗറീസ് ഓഫ് കളർ വിഷൻ ടെസ്റ്റ് നമ്മൾ പറഞ്ഞ സ്ക്രീനിങ് ടെസ്റ്റ്, ഗ്രേഡിംഗ് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, വൊക്കേഷണൽ ടെസ്റ്റ് ഇതൊക്കെ വരുന്നുണ്ട്. അതിൽ സ്ക്രീൻ ടെസ്റ്റിന് നമ്മൾ പറഞ്ഞു ക്വിക്ക് ഡയഗ്നോസിസ് ആണ്. അതിൽ വരുന്നതാണ് സ്യൂഡോ ഐസോക്രോമാറ്റിക് പ്ലേറ്റ്സ്, അതിന് എക്സാമ്പിളാണ് ഇഷിഹാര ടെസ്റ്റ്. പിന്നെ ഗ്രേഡിംഗ് ടെസ്റ്റ് എന്ന് വെച്ചാൽ ആസ് എ സിവിയറിറ്റി ഓഫ് ദ ഡിഫക്റ്റ്, അതിന് എക്സാമ്പിളാണ് FM100 ഹ്യൂ ടെസ്റ്റ്, അറേഞ്ച്മെൻറ്റ് ടെസ്റ്റ് ഒക്കെ. പിന്നെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന് എക്സാമ്പിളാണ് അനോമലോസ്കോപ്പ്, കറക്റ്റ് ആ ഒരു ഡിഫക്റ്റ് എന്താണെന്ന് ക്ലാസിഫൈ ചെയ്യും. ഇപ്പോൾ നമ്മൾ ചെയ്തത് നാഗൽ അനോമലോസ്കോപ്പൊക്കെ അതിന് എക്സാമ്പിളാണ്. പിന്നെ വൊക്കേഷണൽ ടെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിരുന്നു സ്റ്റിമുലേറ്റ് എൻവിറോൺമെൻറ്റ് എൻകൗണ്ടേർഡ് ഓൺ ദ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കളർ സിഗ്നൽസിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഇതിൽ ലാൻഡൺ ടെസ്റ്റിൽ വരുന്നത്. ടെക്സ്റ്റിലുള്ള ഇത്തരത്തിലുള്ള ചാർട്ടുകൾ പലരും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തവയാണ്. പക്ഷേ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ടഫായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻസ് ടഫായി വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ത്രൂ എ നാഗൽ അനോമലോസ്കോപ്പ് deuteronomalous trichromats will states that options A upper field is too green, B upper field is too red, C upper field is same color as lower color, D none of these. ഇതിൻ്റെ ആൻസർ എന്താ വരിക? നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുള്ളവർക്ക് മനസ്സിലാകും. ഓപ്ഷൻ ബി അപ്പർ ഫീൽഡ് ഈസ് ടു റെഡ്, ഇതാണ് ഇതിൻ്റെ ആൻസർ. അതായത് ഡ്യൂട്ടറോണമസ് ഉള്ളവർക്കാണെങ്കിൽ എന്തായിരിക്കും? ഗ്രീൻ കളറ് ഡെഫിഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ അവർ മാച്ച് ചെയ്യുമ്പോൾ റെഡ് കളറായിരിക്കും അവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റുക. സോ അപ്പർ ഫീൽഡ് എന്തായിരിക്കും? ടു റെഡ് ആയിരിക്കും. ഇനി പ്രോട്ടോണോമലസ് ഉള്ളവരിലാണെങ്കിലോ, ക്വസ്റ്റ്യനിൽ ഡ്യൂട്ടറോണോമലസിന് പകരം പ്രോട്ടോണോമലസ് ആണെങ്കിലോ അവർക്ക് കാണുന്നത് അപ്പർ ഫീൽഡ് ഈസ് ടു ഗ്രീൻ ആയിട്ടായിരിക്കും കാണാം. ഇത്തരത്തിൽ ആപ്ലിക്കേഷൻ ലെവലിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാം മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സെലക്ട് ദി കളർ വിഷൻ ടെസ്റ്റ് ഫ്രം ദി ഫോളോവിങ്. ഓപ്ഷൻസ് എ ഇഷിഹാര ടെസ്റ്റ്, ബി ലാൻഡൺ ടെസ്റ്റ്, സി കാറ്റ്ഫോർഡ് ഡ്രം ടെസ്റ്റ്, ഡി ബോത്ത് എ ആൻഡ് ബി. ഇതിൽ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ കാണുമ്പോഴേ എ പോയി കുത്തരുത്. ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസർ. ലാൻഡൺ ടെസ്റ്റും കളർ വിഷൻ ടെസ്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ബെസ്റ്റ് വിഷ്വൽ അക്യൂരിറ്റി ടെസ്റ്റ് ഫോർ പ്രീ സ്കൂൾ ചിൽഡ്രൻ. ഓപ്ഷൻസ് എ ഇല്ലിറ്ററേറ്റ് ഈ കട്ടൗട്ട് ടെസ്റ്റ്, ബി പിക്ചോറിയൽ വിഷൻ ചാർട്ട്, സി സ്നെല്ലൻസ് ചാർട്ട്, ഡി ബോത്ത് എ ആൻഡ് ബി. ഇതിൻ്റെ ആൻസർ എന്താണ്? ക്വസ്റ്റ്യൻ നേരെ നോക്കുക. പ്രീ സ്കൂൾ ചിൽഡ്രനിലാണ് ചോദിച്ചത്. ഇതിൽ ഇല്ലിറ്ററേറ്റ് ഈ കട്ടൗട്ട് ടെസ്റ്റും പിക്ചോറിയൽ വിഷൻ ചാർട്ടും ഇത് രണ്ടും നമുക്ക് പ്രീ സ്കൂൾ ചിൽഡ്രനിൽ യൂസ് ചെയ്യാം. സ്നെല്ലൻ ചാർട്ട് ഒന്നും കൂടെ സ്കൂൾ ഗോയിങ് ചിൽഡ്രൻസിലും അതുപോലെ അഡൾട്ട്സിലും ഒക്കെയാണ് നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്നെല്ലൻസ് നിയർ വിഷൻ ചാർട്ട് പെർഫോം അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ്. ഓപ്ഷൻസ് എ 10 to 20 cm, ബി 25 to 35 cm, സി 35 to 45 cm, ഡി 50 to 60 cm. ഇതിൻ്റെ ആൻസർ എന്താണ്? നമ്മൾ നോർമലി നിയർ വിഷൻ ചാർട്ട് നമ്മൾ എത്ര ഡിസ്റ്റൻസിലാണ് പിടിക്കേണ്ടത്?
ഒരു 25 to 35 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് നോർമലി ഒരു പേഴ്സൺ പിടിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിഷ്വൽ അക്യൂട്ടി റെക്കോർഡഡ് ബൈ സ്നെല്ലൻസ് ടെസ്റ്റ് ചാർട്ട് ഈസ് എ മെഷർ ഓഫ്. ഓപ്ഷൻസ്: എ ലൈറ്റ് സെൻസ്, ബി ഫോം സെൻസ്, സി കോൺട്രാസ്റ്റ് സെൻസ്, ഡി ഓൾ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ഫോം സെൻസ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് യൂസ്ഡ് ഇൻ ഇൻഫാൻസ് ഫോർ വിഷ്വൽ അക്യൂട്ടി ചെക്കിംഗ്? ഓപ്ഷൻസ്: എ ഒപ്റ്റോകൈനറ്റിക് നിസ്റ്റാഗ്മസ് ടെസ്റ്റ്, ബി സ്നെല്ലൻസ് ചാർട്ട്, സി അനോമലോസ്കോപ്പ്, ഡി വിസ്റ്റക് ചാർട്ട്. ഏതതിൻ്റെ ആൻസർ? ഓപ്ഷൻ എ ഒപ്റ്റോകൈനറ്റിക് നിസ്റ്റാഗ്മസ് ടെസ്റ്റ് ആണ് ആൻസർ. ബി എന്താണ്? സ്നെല്ലൻസ് ചാർട്ട് നമ്മൾ അഡൾട്ട്സിലും സ്കൂൾ ഗോയിങ് ചിൽഡ്രൻസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അനോമലോസ്കോപ്പ് കളർ വിഷൻ ടെസ്റ്റാണ്. വിസ്റ്റക് ചാർട്ട് കോൺട്രാസ്റ്റ് സെൻസിറ്റിവിറ്റി ചാർട്ടാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ വിഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ പാർട്ടിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്ക്, റിഫ്രാക്ഷൻ ആൻഡ് റെറ്റിനോസ്കോപ്പി എന്ന് പറയുന്നതാണ് സിലബസിലെ നെക്സ്റ്റ് ടോപ്പിക്ക്. ആ ഭാഗത്തു നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതുവരെയുള്ള ക്ലാസ്സുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുക. ലാസ്റ്റിലേക്ക് ലോഡായിട്ട് വെക്കരുത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.